നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാനമാണ്. സൗദിയിൽ നിദാഖാത്ത് വ്യവസ്ഥയിലേക്ക് പുതുതായി 9 തൊഴിലുകൾ കൂടി. പുതുതായി ഉൾപ്പെടുത്തിയവയിൽ അധികവും സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്ന മേഖലകൾ. IS-നെതിരായ പോരാട്ടത്തിൽ സിറിയയിലെ കുർദുകളെ സഹായിക്കാൻ ഇറാഖി കുർദ് സേന കൊബാനിയിലെത്തി. മേഖലയിൽ കുർദ് സേന വൻ സായുധ സേനയെ വിന്യസിച്ചു. നൈജീരിയയിൽ ബോക്കോ ഹറാം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ മതം മാറ്റി വിവാഹം കഴിപ്പിച്ചെന്ന നേതാവ്. സർക്കാരുമായി വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടില്ലെന്നും ബോക്കോ ഹറാം. ബാർ വിഷയത്തിലെ കോഴ ആരോപണത്തിൽ സംസ്ഥാന രാഷ്ട്രീയം കലങ്ങിമറിയുന്നു. KM മാണിക്ക് കോഴ നൽകിയെന്ന ആരോപണം ആവർത്തിച്ച് ബാർ ഉടമകൾ. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് KM മാണി രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് കേരള കോൺഗ്രസ്. ആരോപണം നിഷേധിച്ച് മുഖ്യമന്ത്രിയും KPCC-യും. ജനകീയ അടിത്തറ വിപുലപ്പെടുത്താൻ പുതിയ പരിപാടിയുമായി CPM. ശുചിത്വ കേരളം പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കം. ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുക പദ്ധതിയുടെ ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് പിണറായി വിജയൻ. നൈജീരിയയിൽ ബോക്കോ ഹറാം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ മതം മാറ്റി വിവാഹം കഴിപ്പിച്ചുവെന്ന നേതാവ്. സർക്കാരുമായി യാതൊരു വെടിനിർത്തലും ഉണ്ടായിട്ടില്ലെന്നും ബോക്കോ ഹറാം വ്യക്തമാക്കി. നൈജീരിയയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ മതം മാറ്റി വിവാഹം കഴിപ്പിച്ചെന്ന് ബോക്കോ ഹറാം തീവ്രവാദികളുടെ നേതാവായ അബൂബക്കർ ഷക്കാവുവാണ് അറിയിച്ചത്. കഴിഞ്ഞ ഏപ്രിലാണ് 219 സ്കൂൾ കുട്ടികളെ ബോക്കോ ഹറാം തട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടികൾ ഇപ്പോൾ ഭർത്താക്കന്മാരുടെ വീട്ടിലാണെന്നും അവർ ഖുർആന്റെ ചില ഭാഗങ്ങൾ മനഃപ്പാടമാക്കിയെന്നും ബോക്കോ ഹറാം നേതാവ് പറഞ്ഞു. പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ ഗവൺമെന്റ് ഇടപെടണം എന്നാവശ്യപ്പെട്ട് നൈജീരിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ്. അതിനിടെയാണ് ബോക്കോ ഹറാമുമായി ഒത്തുതീർപ്പിലെത്തിയതായി ഏതാനും ദിവസം മുമ്പ് നൈജീരിയൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ഗവൺമെന്റ് പിടികൂടിയ ബോക്കോ ഹറാം തീവ്രവാദികളെ വിട്ടയക്കുന്നതിന് പകരമായി പെൺകുട്ടികളെ വിട്ടയക്കും എന്നായിരുന്നു ഗവൺമെന്റ് അറിയിച്ചിരുന്നത്. എന്നാൽ ഗവൺമെന്റിന്റെ ഈ വാദങ്ങൾക്കുമേൽ സംശയമുയർത്തുന്നതാണ് പുതിയ സന്ദേശം. തങ്ങൾ അത്തരമൊരു വെടിനിർത്തലിലും ഏർപ്പെട്ടിട്ടില്ലെന്ന് വീഡിയോയിൽ പറയുന്നു. ബോക്കോ ഹറാമിന്റെ പ്രതിനിധിയായി ഗവൺമെന്റിനോട് സംസാരിക്കുന്ന ദൻലാദി അഹമ്മദ് എന്ന വ്യക്തിയെക്കുറിച്ചും പുതിയ വീഡിയോ സംശയമുളവാക്കുന്നു. ഇദ്ദേഹത്തെ തങ്ങൾക്കറിയില്ലെന്ന് ബോക്കോ ഹറാം നേതാവ് പുതിയ സന്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. IS-നെതിരായ പോരാട്ടത്തിൽ സിറിയയിലെ കുർദുകളെ സഹായിക്കാൻ ഇറാഖി കുർദ് സേന സിറിയൻ അതിർത്തി നഗരമായ കൊബാനിയിലെത്തി. വൻ ആയുധ ശേഖരവുമായാണ് ഇറാഖി കുർദ് സേന കൊബാനിയിൽ എത്തിയത്. ഇറാഖി കുർദ് സേന ശനിയാഴ്ച പടിഞ്ഞാറൻ കൊബാനിയിൽ നിലയുറപ്പിച്ചു. പ്രദേശത്ത് ആയുധസജ്ജരായ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച കൊബാനിയിൽ US വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇറാഖ് കുർദ് സേന കൊബാനിയിൽ പ്രവേശിച്ചത്. 150 അംഗ സേനയാണ് കൊബാനിയിൽ എത്തിയതെങ്കിലും വൻ ആയുധശേഖരമാണ് സേനയുടെ കൈവശമുള്ളത്. തുർക്കിയുടെ അനുവാദം ലഭിച്ചതോടെയാണ് ഇറാഖ് കുർദ് സേനയ്ക്ക് കൊബാനിയിൽ പ്രവേശിക്കാനായത്. സിറിയയിലെ കുർദ് വിഭാഗത്തെ സഹായിക്കുന്നതിനായി ഇറാഖി കുർദ് സൈന്യത്തിന് കൊബാനിയിൽ പ്രവേശിക്കുന്നതിന് തുർക്കി അതിർത്തി അനുവദിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. ബുർക്കിന ഫാസോയിൽ പട്ടാള മേധാവി ഐസക് സിദ അധികാരം പിടിച്ചെടുത്തു. സിദയുടെ ഭരണത്തിന് സൈനിക മേധാവികളുടെ പിന്തുണ പ്രഖ്യാപിച്ചു. പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റ് ബ്ലെയ്സ് കമ്പോറെ അധികാരമൊഴിഞ്ഞതോടെയാണ് ബുർക്കിന ഫാസോയിൽ പുതിയ നീക്കം നടന്നത്. ജനാധിപത്യ രീതിയിലുള്ള പുതിയ തെരഞ്ഞെടുപ്പ് നടക്കും വരെയാണ് പട്ടാള മേധാവി യാക്കൂബ് ഐസക് സിദയുടെ ഭരണമെന്നാണ് പട്ടാളം പറയുന്നത്. സ്വേച്ഛാധിപത്യം തടയാനാണ് താൻ അധികാരത്തിലിരിക്കുന്നതെന്നും പൊതുതെരഞ്ഞെടുപ്പിലേക്ക് രാജ്യത്തെ നയിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഐസക് സിദ പറഞ്ഞു. സിദയുടെ ഭരണത്തിന് സൈനിക മേധാവികൾ സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചു. സിദ അധികാരമൊഴിഞ്ഞാൽ കമ്പോറയോട് അനുഭാവം പുലർത്തുന്ന ജനറൽ ഹോണ ട്രവോർ പുതിയ മത്സരത്തിന് കരുനീക്കം നടത്തുന്നുണ്ട്. 27 വർഷമായി ഭരണം കൈയാളിയിരുന്ന ബ്ലെയ്സ് കമ്പോറെ കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ വെള്ളിയാഴ്ചയാണ് അധികാരമൊഴിഞ്ഞത്. 1987 36-ാം വയസ്സിലാണ് കമ്പോറെ ബുർക്കിന ഫാസോയുടെ അധികാരമേറ്റെടുക്കുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ IS വിമതർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും പ്രധാന കൂട്ടാളിയായിരുന്നു ബുർക്കിന ഫാസോ. പട്ടാള ഭരണം ബുർക്കിന ഫാസോക്കൊപ്പം മറ്റു രാജ്യങ്ങളിലും രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. ഫലസ്തീൻ ജനതയ്ക്ക് $100 ദശലക്ഷം സഹായം പ്രഖ്യാപിച്ച് പ്രഥമ ഫലസ്തീൻ ഐക്യദാർഢ്യ മാനവിക ഫോറം ദോഹയിൽ സമാപിച്ചു. ഫലസ്തീൻ കലാകാരന്മാർ അവതരിപ്പിച്ച ദബ്ക നൃത്തവും വിപ്ലവ ഗാനങ്ങളുമായി മണിക്കൂറുകൾ നീണ്ട കലാപരിപാടി ആസ്വദിക്കാൻ ആയിരങ്ങളാണ് ഖത്താറിൽ എത്തിയത്. 3 ദിവസം നീണ്ടുനിന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ മാനവിക ഫോറത്തിൽ $100 ദശലക്ഷം സഹായമാണ് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടത്. 27 രാജ്യങ്ങളിൽ നിന്നായി 60ഓളം സന്നദ്ധ സംഘടനകൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ഏറ്റവും വലിയ സംഖ്യ വാഗ്ദാനം ചെയ്തത് ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കും ഖത്തർ ചാരിറ്റിയുമാണ്. പ്രതീക്ഷിച്ചതിലധികം സഹായം ഉറപ്പാക്കിയ മാനവിക ഫോറത്തിന്റെ സമാപനം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്.
ഖത്താറയിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ ഫലസ്തീൻ കലാകാരന്മാർ അവതരിപ്പിച്ച പരമ്പരാഗത നൃത്ത പരിപാടികൾ സദസ്സിന് ഏറെ ആസ്വാദികരമായി മാറി. ഫിർക്ക, കൂഫിയ, ദബ്ക നൃത്തങ്ങളാണ് അരങ്ങിൽ നിറഞ്ഞു നിന്നത്. വിപ്ലവ ഗാനങ്ങളുമായി എത്തിയ പ്രശസ്ത ഫലസ്തീനി ഗായകരും സദസ്സിനെ കയ്യിലെടുത്തു. ഞങ്ങളെല്ലാവരും ഫലസ്തീനിനൊപ്പം എന്നതായിരുന്നു മാനവിക ഫോറത്തിന്റെ മുദ്രാവാക്യം. ഫലസ്തീനി ഷാളുകൾ തോളിലണിഞ്ഞാണ് ആയിരങ്ങൾ ഖത്താറയിലെത്തിയത്. ഖത്തർ ചാരിറ്റിയാണ് സമ്മേളനത്തിന്റെ സംഘാടകർ. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. രാജ്യത്തെ പൗരത്വരഹിതരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ബ്രിട്ടീഷ് എമിഗ്രേഷൻ കാര്യ ഡയറക്ടർ ഫിലിപ്പ് ദോഫ് കുവൈത്തിലെത്തി. കുവൈത്തിനെ പോലെ അനധികൃത കുടിയേറ്റക്കാരുടെ സാന്നിധ്യം കൂടുതലുള്ള രാജ്യമെന്ന നിലയ്ക്ക് പ്രശ്നത്തിന് യോജിച്ച പരിഹാരം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ബിദൂനി പ്രശ്നപരിഹാരത്തിനായി രൂപീകരിച്ച സർക്കാർ സമിതി മേധാവി സാലിഹ് അൽ ഫദാലിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അനധികൃത താമസക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളും നടപടികളും പരസ്പരം പങ്കുവയ്ക്കുക, ചർച്ചകളിലൂടെ പുതിയ നിർദ്ദേശങ്ങൾ പരസ്പരം കൈമാറുക തുടങ്ങിയ കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു കൂടിക്കാഴ്ച. പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്ക് മുമ്പിൽ മസ്ജിദുൽ അക്സ സമുച്ചയം കൊട്ടിയടച്ച ഇസ്രായേൽ സർക്കാരിന്റെ നടപടിയെ കുവൈത്ത് ശക്തമായി അപലപിച്ചു. കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇസ്രായേലിന്റെ നടപടിയെ അപലപിച്ചത്. നടപടി ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും ഐക്യരാഷ്ട്ര രക്ഷാസമിതിയും ലോക സമൂഹവും ഇടപെട്ട് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്നും കുവൈത്ത് ആവശ്യപ്പെട്ടു. കുവൈത്തിൽ ദസ്മാൻ പാലസ് ഏറ്റെടുത്ത് ആസ്ഥാന കൊട്ടാരമായി സംരക്ഷിക്കാനുള്ള മുനിസിപ്പൽ തീരുമാനത്തിന് എംപിമാരുടെ എതിർപ്പ്. പാർലമെന്റ് അംഗങ്ങളായ റാക്കാൻ അൽ നിസ്ഫ്, അഹമ്മദ് അൽ ഖുദൈബി, സാലിഹ് അൽ അഷൂർ എന്നിവരാണ് ദസ്മാൻ പാലസിനെ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയത്. സ്വദേശികളിൽ പലരും താമസിക്കാൻ വീടില്ലാതെ പ്രയാസപ്പെടുമ്പോൾ കൊട്ടാരം വാങ്ങി മോടി പിടിപ്പിക്കാനുള്ള തീരുമാനം തെറ്റാണെന്നാണ് എംപിമാരുടെ പക്ഷം. ഭരണകാര്യങ്ങളുടെ ആസ്ഥാനമായി സീഫ് പാലസ് ഉള്ളപ്പോൾ പിന്നെ ദസ്മാൻ പാലസിനെ പ്രത്യേകം ഏറ്റെടുത്ത് മോടി പിടിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും വൻതുക മുടക്കി ദസ്മാൻ പാലസ് മോടി പിടിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും എംപിമാർ പറഞ്ഞു. ലോക സമാധാനത്തിന് പ്രായോഗിക മാർഗങ്ങൾ മുന്നോട്ട് വെച്ച മതമാണ് ഇസ്ലാമെന്നും ഇറാഖിലും സിറിയയിലും ലോകത്തിന്റെ മറ്റ് രാജ്യങ്ങളിലും കിരാതമായ മനുഷ്യവേട്ട നടത്തുന്നവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്നും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെ ഗ്രാൻഡ് മോസ്കിൽ നടന്ന വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ കുവൈത്ത് ഔക്കാഫ് മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ദാവൂദ് അൽ അസൂസി ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിന്റെ അടിത്തറയായ ഏകദൈവാരാധന മാനവ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ ശാസ്ത്രീയവും സമഗ്രവുമായ പ്രവർത്തനമാണ് ആവശ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഔക്കാഫ് മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ദാവൂദ് അൽ അസൂസി പറഞ്ഞു. അക്രമവും അരക്ഷിതാവസ്ഥയും പെരുകുന്ന വർത്തമാനകാലത്ത് ഇസ്ലാമിക ദർശനങ്ങളുടെ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി അധ്യക്ഷനായിരുന്നു. ജമിയത്ത് ഇഹ്യാതുറാസ് അൽ ഇസ്ലാമി ചെയർമാൻ താരിഖ് സാമി സുൽത്താൻ അലീസ, ഇഹ്യാതുറാസ് അൽ ഇസ്ലാമി ഇന്ത്യൻ കോണ്ടിനെന്റൽ കമ്മിറ്റി ചെയർമാൻ ഷെയ്ഖ് ഫലാഹ് ഖാലിദ് അൽ മുത്തൈരി, കുവൈത്തിലെ ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ, മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T സിദ്ദീഖ്, ഫിമ പ്രസിഡന്റ് സിദ്ദീഖ് വലിയകത്ത് എന്നിവർ ആശംസകൾ നേർന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ നേർവഴി പ്രത്യേക പതിപ്പിന്റെ പ്രകാശനം ഇന്ത്യൻ സ്ഥാനപതി നിർവഹിച്ചു. ഫൈസുല്ല മദനി കർണാടക, ദുബായ് ഗവൺമെന്റ് കൾച്ചറൽ ആർട്സ് അതോറിറ്റി പ്രതിനിധി അർഷദ് ഖാൻ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, ഹാരിസ് ബിൻ സലീം, CM സാബിർ നവാസ് മദനി, മുജാഹിദ് ബാലുശ്ശേരി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. വാർത്തകൾ തുടരുന്നു. ലോകത്ത് നിന്ന് കൂട്ട നശീകരണായുധങ്ങൾ പൂർണ്ണമായി തുടച്ചു നീക്കണമെന്ന് കുവൈത്ത് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സുരക്ഷയും നിരായുധീകരണവും സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ കുവൈത്ത് പ്രതിനിധി അബ്ദുള്ള സഅദ് അൽ അജ്മിയാണ് കുവൈത്തിന്റെ ആവശ്യം മുന്നോട്ട് വച്ചത്. ആണവായുധമടക്കമുള്ള കൂട്ടനശീകരണായുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും തടയാനുള്ള എല്ലാ അന്താരാഷ്ട്ര ഉടമ്പടികളും കുവൈത്ത് അംഗീകരിച്ചിട്ടുള്ളതാണെന്ന് യോഗത്തിൽ സയദ് അൽ അജ്മി ചൂണ്ടിക്കാട്ടി. കൂട്ടനശീകരണായുധങ്ങളാണ് ലോകത്തിന്റെ സമാധാനം കെടുത്തുന്നതെന്നും ഇത്തരം ആയുധങ്ങളിൽ നിന്ന് ഭൂഗോളത്തെ വിമുക്തമാക്കുന്നതിന് ലോകരാജ്യങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മനുഷ്യർക്ക് സുരക്ഷിതവും സമാധാനപരവുമായ തരത്തിൽ ജീവിതം നയിക്കാൻ പാകത്തിൽ ഭൂമിയെ മാറ്റിയെടുക്കാനുള്ള ബാധ്യത സമാധാനകാംക്ഷികൾക്കുണ്ടെന്നും അതിനുവേണ്ടി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കണമെന്നും കുവൈത്ത് പ്രതിനിധി കൂട്ടിച്ചേർത്തു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഒമാൻ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ അടുത്ത വർഷം കസബ് ദുബായ് സർവീസ് ആരംഭിക്കും. ഇതിനായി എംപയർ വിമാനങ്ങൾ ഇറക്കാൻ കഴിയുന്ന വിധം കസബ് വിമാനത്താവളത്തിലെ റൺവേ പരിഷ്കരിക്കുമെന്ന് CEO അറിയിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ മൊസന്തം സന്ദർശിക്കുന്നതിന് UAEയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ എത്തുന്നത്. ഈ യാത്ര സുഗമമാക്കാനാണ് കസബിൽ നിന്ന് ദുബായ് സർവീസ് ആരംഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദിയിൽ നിദാഖാത്ത് വ്യവസ്ഥയിലേക്ക് പുതുതായി 9 തൊഴിലുകൾ കൂടി കൂട്ടിച്ചേർത്തു. സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ ലേബർ വിഭാഗം അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹുമൈദാനാണ് ഇക്കാര്യം അറിയിച്ചത്.
പുതുതായി ഉൾപ്പെടുത്തിയവയിൽ അധികവും സ്ത്രീകളുടെ തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പാക്കി വരുന്ന നിത്താഖാത്ത് വ്യവസ്ഥയിലേക്ക് പുതിയ 9 തൊഴിൽ കൂടി കൂട്ടിച്ചേർത്തു. നിലവിൽ സ്വദേശിവൽക്കരണം നിർബന്ധമാക്കാത്തതോ മറ്റു തൊഴിലുകളുടെ ഗണത്തിൽ വരുന്നതോ ആയ ജോലികളാണ് പുതിയ ഗണത്തിൽ ഉൾപ്പെടുത്തിയത്. പ്രസ്തുത മേഖലകളിൽ കൂടി സ്വദേശിവൽക്കരണം കൂടുതലാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയത്തിലെ ലേബർ വിഭാഗം അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹുമൈദാൻ പറഞ്ഞു. സ്ത്രീകൾക്ക് മാത്രമായി പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫി കേന്ദ്രങ്ങൾ, സ്ത്രീകളുടെ സ്പോർട്സ് സെന്ററുകൾ എന്നിവ പുതുതായി നിത്താഖാത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. മക്ക മദീന ഹറമുകളിലെ വികസന പദ്ധതിയിലെ നിർമ്മാണ പ്രവർത്തനം, ഹജ്ജ് ഹുംറ തീർത്ഥാടകരുടെ സൗദിയിലെ സഞ്ചാരത്തിന് സേവനം ചെയ്യുന്ന ട്രാൻസ്പോർട്ട് കമ്പനികൾ, വികലാംഗ കേന്ദ്രങ്ങൾ, സ്ട്രാറ്റജിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ആരോഗ്യരംഗത്തെ കോളേജുകൾ, ലേഡീസ് ടൈലറിംഗ്, ബ്യൂട്ടി പാർലറുകൾ തുടങ്ങിയ തൊഴിൽ സംവിധാനങ്ങൾ കൂടി നിത്താഖാത്തിൽ ഉൾപ്പെടുത്തി. 3 വർഷം മുമ്പ് നിത്താഖാത്ത് പ്രാബല്യത്തിൽ വരുമ്പോൾ 42 തൊഴിലുകൾ ഉണ്ടായിരുന്നത് നിലവിൽ 58ആയി ഉയർന്നിട്ടുണ്ട്. അസ്ഹർ പുളിയിൽ, മീഡിയ 1, റിയാദ്. ഗൾഫ് ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് AJ മുഹമ്മദ് ഷഫീറിന്റെ കീമിയ എന്ന നോവൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്തോ ഗൾഫ് ബന്ധം ഊഷ്മളമാക്കുകയും സാഹിത്യ സാംസ്കാരിക വിനിമയ പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് അസോസിയേഷന്റെ ലക്ഷ്യം. ചരിത്ര പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ പ്രൊഫസർ M. അബ്ദുൽ അലി ചെയർമാനായ ജൂറിയാണ് അവാർഡിന് തെരഞ്ഞെടുത്തത്. DC ബുക്സാണ് കീമിയ പ്രസിദ്ധീകരിച്ചത്. 1,01,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. 2014 ഡിസംബറിൽ കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും. ഖത്തറിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ബ്രില്യൻറ്റ് എഡ്യൂക്കേഷൻ സെന്ററാണ് അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മന്ന ഫുഡ് ഫെസ്റ്റ് എന്ന പേരിൽ മസ്കറ്റിലെ സെന്റ് മേരീസ് യാക്കോബായ ചർച്ചൊരുക്കിയ ഭക്ഷ്യമേള നൂറുകണക്കിന് ഭക്ഷണപ്രേമികളെ ആകർഷിച്ചു. നാടൻ വിഭവങ്ങളും പരമ്പരാഗത ക്രിസ്ത്യൻ രുചികളുമായിരുന്നു മേളയുടെ പ്രത്യേകത. മാലാഖമാർ ആകാശത്തു നിന്ന് വർഷിച്ച ഭക്ഷണമാണ് മന്ന എന്നാണ് വിശ്വാസം. പക്ഷേ മസ്കത്തിലെ മന്ന ഫുഡ് ഫെസ്റ്റിവലിൽ വീട്ടമ്മമാർ ഒരുക്കിയ പരമ്പരാഗത ക്രിസ്ത്യൻ വിഭവങ്ങളായിരുന്നു താരം. കപ്പ പുഴുങ്ങിയത് മുതൽ ഇറ്റാലിയൻ പിസ്സ വരെ നീളുന്ന വിഭവങ്ങൾ അണിനിരന്ന മേള ആസ്വദിക്കാൻ ജാതിമത ഭേദമന്യേ ജനങ്ങൾ പള്ളിയങ്കണത്തിലെത്തി. പിടിയിറച്ചി, കോഴി വറുത്തിറച്ചി, കപ്പ ബിരിയാണി, അതുപോലെ തന്നെ ബീഫ് വരത്തിയത്, അപ്പം ബീഫ്, പൊറോട്ട ബീഫ്, അതുപോലെ തന്നെ ഓംലേറ്റ്, അപ്പം ദോശ, കപ്പ പുഴുങ്ങിയത്, അങ്ങനെ വിവിധ നമ്മുടെ നാട്ടിലെ ഓർമ്മ ഉണർത്തുന്നതായ ഒത്തിരിയേറെ വിഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. യാക്കോബായ സഭ നാട്ടിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാൻ ലക്ഷ്യമിട്ടായിരുന്നു മേള. അങ്ങോളം ഇങ്ങോളം ഉള്ളതായ അനേക സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കുടുംബങ്ങളെ, പ്രത്യേകിച്ച് വ്യത്യസ്ത രോഗങ്ങളിലായിരിക്കുന്നവരെ സഹായിക്കുക എന്നുള്ള ഒരു ധനശേഖരണത്തിന്റെ ഭാഗമായി സെന്റ് മേരീസ് യാക്കോബായ ദേവാലയമാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. രുചിക്ക് ഹരം പകരാൻ വിവിധ കലാപരിപാടികളും മേളയിൽ ഒരുക്കിയിരുന്നു. ഫാദർ ഡേവിസ് തങ്കച്ചൻ, ജെ രത്നകുമാർ, ബാബു മാത്യു, ഷെറിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1, മസ്കത്ത്.